അവൻ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ രണ്ട് പടക് പറഞ്ഞു, രണ്ട് പടക്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് യേശു കർത്താവിന് വേറെ ഒരു പടകും കിട്ടാഞ്ഞത് കൊണ്ടാണ് പത്രോസിന്റെ പടകെ കയറിയെന്ന്. പുള്ളിയുടെ കാര്യം നടത്താൻ, പുള്ളിക്ക് പ്രസംഗിക്കാൻ, യേശുവിന് കയറിയിരിക്കാൻ നോ, അത് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. രണ്ട് പടക്. ഹല്ലേലൂയ. പക്ഷെ പത്രോസിന്റെ പടകിൽ യേശു കയറി. അത് മാത്രം ചോദിച്ചു. വേറെ ആരെയും കിട്ടാഞ്ഞല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ പടകിൽ കയറിയത് നിന്നെ വേണ്ടത് കൊണ്ടാണ് ദൈവം നിന്റെ പടകിൽ കയറിയത്. അതാദ്യം ഉറപ്പിച്ചോ. വേറെ പല പടകും ഉണ്ടായിരുന്നു. കർത്താവിന് നമ്മളെക്കാൾ ഒത്തിരി മിടുക്കന്മാരും പലരും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന് എന്നെ വേണമായിരുന്നു, ദൈവത്തിന് നിങ്ങളെ വേണമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പടകിൽ യേശു കയറിയത്. ഒറ്റ വാക്ക് ഞാൻ പറയാം, യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ച കാരണം കൊണ്ട് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നടക്കുമായിരിക്കും. പക്ഷെ യേശുവിനെ നിങ്ങളെ ലഭിച്ചാൽ അത് നാച്ചുറലോ അല്ല. എന്റെ ചോദ്യം, പത്രോസിന് മീൻ കിട്ടി അല്ലേ? നിങ്ങളുടെ ഭാഷ പറഞ്ഞ ജോലി കിട്ടി, കടഭാരം മാറി, സൗഖ്യം കിട്ടി, എന്റെ കാര്യം നടന്നു, പിള്ളേരുടെ കാര്യവും നടന്നു. ഇതുകൊണ്ട് പത്രോസ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അവൻ ചരിത്രത്തിലുണ്ടോ? അവൻ ചരിത്രത്തിലില്ല. അവന്റെ കാര്യം ഈ പുസ്തകത്തിൽ വരില്ല. അധികാരത്തിന്റെ താക്കോൽ കൈമാറില്ല. അവന്റെ വിഷയം ഭൗതികത്തിൽ നിന്ന് ആത്മീകമായി മാറിയപ്പോൾ അവൻ ഒരു അത്ഭുതമായി മാറി. നിങ്ങളുടെ ഫോക്കസ്, ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ ഫോക്കസ് പിള്ളേരുടെ കല്യാണത്തിലോ ജോലിയിലോ കടഭാരത്തിലോ ഒന്നും ആകാതെ ക്രിസ്തുവിലായാൽ, യേശുവിലായാൽ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും അവൻ നിങ്ങൾക്ക് നൽകി തരും.